നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കമ്പ്യൂട്ടർ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. ആറാട്ടുപുഴ ക്ഷേത്രം കലണ്ടർ പ്രകാശനം ചെയ്തു. ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരച്ചടങ്ങുകളടക്കം ഉൾപ്പെടുന്നതാണ് കലണ്ടർ. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ക്രിസ്തു ജയന്തി മഹാജൂബിലി സമാപന സമ്മേളനം നടത്തി. മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കമ്പ്യൂട്ടർ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ പ്രാൺ സിംഗ്, അമല മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് മേധാവി ഡോക്ടർ പാർവതി മോഹൻ എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് അംഗം അനിത പ്രസന്നൻ, അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, കോഴ്സ് കോർഡിനേറ്റർ ബിന്ദു കിഷോർ, കമ്പ്യൂട്ടർ അധ്യാപകരായ ശ്രുതി ഷിബിൻ, സുജാത സന്തോഷ്, അഡാപ്റ്റ് ജോയിന്റ് സെക്രട്ടറി വോഗി സക്കര എന്നിവർ സംസാരിച്ചു. വരാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധം പറഞ്ഞപ്പോൾ കാരണം സനീടനോട് 2-3 വർഷം മുമ്പ് തന്നെ പറയാറുണ്ട് ഇങ്ങനെ സംഗതി ഞാൻ വരണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മറ്റു തിരക്കുകൾ കാരണം വരാൻ ഇവിടെ പറ്റിയില്ല. ഏതായാലും ഈ ധന്യമായ നിമിഷത്തിൽ പവിത്രമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഇവിടെ എത്തിയതിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ പറ്റിയതിൽ എല്ലാവിധ സന്തോഷവും അറിയിക്കുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടവരല്ല, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ഉൾക്കാമ്പ് ഉള്ള ചിന്ത ഇത്തരം കുട്ടികളിലും അവരുടെ പേരൻസിനും ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ള അത്തരം സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രസക്തി. കാരണം അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. കാരണം ചില സമൂഹത്തിൻ്റെ രീതി തന്നെ പലപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിൽ തമസ്കരിക്കപ്പെട്ടവരുടെയൊക്കെ ജീവിതവും ഈ പൊതുധാരയുടെ ഭാഗമാണെന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നതിൽ അവരിലുള്ള കാര്യപ്രാപ്തിയും കർമ്മ ചൈതന്യമൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിലും ഇത്തരം അഡാപ്റ്റ് പോയിട്ടുള്ള സ്ഥാപനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത്രയും നല്ല ഒരു രീതിയിൽ സ്വന്തമായ ഒരു കെട്ടിടവും സൗകര്യങ്ങളും ഒക്കെ കൂടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിയ ഇത്രയും വലിയൊരു സ്ഥാപനമായി വളർന്നത് കാണാൻ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് അമല മെഡിക്കൽ കോളേജിലെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ ചാർജ് ഓഫീസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഏർലി ഇൻ്റർവെൻഷനിലാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായ വളർച്ചയിൽ വ്യതിയാനങ്ങളുള്ള കുട്ടികളെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ കുറവുകൾ നോക്കി അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വളരെ പ്രധാനമായി നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ നന്നായി ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികൾക്ക് സാധാ സ്കൂളിൽ പോകാം. കുറച്ച് വൈകിയാലും ഇൻക്ലൂഷൻ ആയിരിക്കും അവർക്ക് നല്ലത്. ഒരു 90% പേർക്കും ചിലപ്പോൾ നോർമൽ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 10% പേർക്ക് സ്പെഷ്യൽ സ്കൂളുകളുടെ ആവശ്യകത വരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷമുള്ള കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സില്ല. അപ്പോൾ ഇവിടെ ഇത്രയും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററുണ്ട്. കുട്ടികളെ ഒക്കെ ട്രെയിൻ ചെയ്ത് അവർക്ക് സ്വന്തമായി ഒരു തൊഴിലിന് പോകാൻ പറ്റാൻ ഉള്ള ഒരു അവസ്ഥയിൽ എത്തിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇങ്ങനത്തെയുള്ള സെൻറ്റേഴ്സാണ് നമുക്ക് കൂടുതലും ആവശ്യം. ആറാട്ടുപുഴ ക്ഷേത്രം കലണ്ടർ പ്രകാശനം ചെയ്തു. ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരച്ചടങ്ങുകളടക്കം ഉൾപ്പെടുന്നതാണ് കലണ്ടർ.
ആറാട്ടുപുഴ ക്ഷേത്രം നടപ്പുരയിലാണ് കലണ്ടർ പ്രകാശന ചടങ്ങ് നടന്നത്. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. കെ രാമചന്ദ്രൻ എം.എൽ.എയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനും ചേർന്ന് ക്ഷേത്രം കലണ്ടർ പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ.പി. അജയൻ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ കുമാരൻ, മേളപ്രമാണി പഴുവിൽ രഘുമാരാർ, സമിതി ട്രഷററും ദേവസ്വം ഓഫീസറുമായ യു അനിൽകുമാർ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മനോജ് മംഗലത്ത്, വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ, സെക്രട്ടറി പി മനോജ്, ജോയിന്റ് സെക്രട്ടറി സജീവ് കീയത്ത്, ഓഡിറ്റർ ദിലീപ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള കരിക്കഭിഷേകം മുതൽ കൊടിക്കുത്ത് വരെയുള്ള ശാസ്താവിന്റെ പൂരചടങ്ങുകൾ, ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ആണ്ടുവിശേഷങ്ങൾ, വിവിധ ക്ഷേത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 6 പേജുകളിലുള്ള ബഹുവർണ്ണ ക്ഷേത്രം കലണ്ടർ. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ക്രിസ്തുജയന്തി മഹാജൂബിലി സമാപന സമ്മേളനം നടത്തി. മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാരുണ്യപ്രവർത്തികളിലൂടെ പരസ്പരം പങ്കുവെച്ച പ്രത്യാശയുടെ തീർത്ഥാടകരായി മാറാമെന്ന സന്ദേശം മാർ ബോസ്കോ പുത്തൂർ വിശ്വാസികൾക്ക് നൽകി. വിവിധ സംഘടനകൾ ചേർന്ന് നിർമ്മിച്ച പുൽക്കൂടിന്റെ സ്വിച്ച് ഓൺ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. പഴുവിൽ ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷനായി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ 17 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കരോൾ മത്സരം ഇതോടനുബന്ധിച്ച് നടന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ എല്ലാ കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായി ഓരോ കുടുംബവും 4 അധ്യായം വീതം പകർത്തി എഴുതിയ സമ്പൂർണ്ണ ബൈബിൾ ജൂബിലി സ്മാരകമായി സമർപ്പിച്ചു. തുടർന്ന് ജൂബിലി വർഷ പ്രാർത്ഥനയും ഇടവകയിൽ സേവനം ചെയ്ത കൈക്കാരന്മാർക്കുള്ള ആദരിക്കലും നടന്നു. 22-ാം വയസ്സിൽ കൈക്കാരനായി തുടങ്ങി ഇതിനകം 12 തവണ കൈക്കാരൻ സ്ഥാനം വഹിച്ച കെ.പി. ആന്റണിയെ സമ്മേളനത്തിൽ ആദരിച്ചു. തൃശൂർ അതിരൂപത തലത്തിൽ നടത്തിയ ലോഗോസ് ക്വീസ് മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ അതിരൂപതയിലെ മോഡൽ യൂണിറ്റുകളിലൊന്നായ തെരഞ്ഞെടുത്ത പഴുവിൽ ഇടവക സീനിയർ CLC സംഘടന ഇടവകയിലെ വലിയ കുടുംബങ്ങൾ, കുടുംബ കൂട്ടായ്മകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ മതസ്ഥരായ വ്യക്തികൾക്ക് ക്രിസ്മസ് സമ്മാന വിതരണവും നടത്തി. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷത്തിൽ കാരുണ്യം ആഘോഷമാക്കാൻ ആഹ്വാനം ചെയ്തതിൽ 10 ലക്ഷം രൂപയുടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇടവക തലത്തിൽ നടത്തിയത്. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരുടെ പ്രതിനിധി കെ.പി. ആന്റണി, പ്രോഗ്രാം കൺവീനർ M.K. തോമസ് എന്നിവർ സംസാരിച്ചു. ടീം ബിഗ് സീറോയുടെ ബാനറിൽ നിർമ്മിച്ച മിഴി എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടത്തി. ബാബു അമ്മൂസാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. മദ്യമയക്കുമരുന്ന് ഉപയോഗത്താൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ കഥ പറയുന്നതാണ് ഷോർട്ട് ഫിലിം. ശ്രീജിത്ത് പുടിങ്കുഴി, അജിത ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചത്. കല്ലൂർ ഭരതമല പുനർജീവൻ പരമാത്മ ആശ്രമം ഡയറക്ടർ മാത്യൂസ് ചുങ്കത്ത് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം റൂബി ജോൺസൺ അധ്യക്ഷയായി. കോർപ്പറേഷൻ ഒല്ലൂർ ഡിവിഷൻ കൌൺസിലർ കരോളിൻ ജോഷുവ മുഖ്യാതിഥിയായിരുന്നു. ടീം ബിഗ് സീറോ കോർഡിനേറ്റർ CR പ്രകാശ്, സംഗീത സംവിധായകൻ രാജഗോപാൽ കീയത്ത്, ബാബു അമ്മൂസ്, ആതിര അങ്കിരസ്, പ്രേമ സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ഉള്ളെടുത്ത് തന്നവളല്ലേ നീ പെണ്ണെ, ഉള്ളെടുത്ത് തിന്നവളല്ലേ നീ. വരുന്നുണ്ട് നിന്റെ അപ്പൻ. ഇന്ന് എന്താണാവോ വേറെ പാട്ട്? ഓ, എല്ലാ ദിവസവും ഒരു പാട്ട് പാടുമ്പോ അങ്ങേർക്ക് ബോറടിച്ചു കാണും. എന്റെ മോൻ പഠിച്ച് നാളെ വലിയ ഓഫീസറാവുന്ന തോന്നണ. ഓ, ഒരു പഠിപ്പുകാരൻ. ഒന്ന് എണ്ണീറ്റ് പോടാ. എന്റെ മനുഷ്യ, ആ ചെക്കൻ അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? എന്തോലൊക്കെയാണ് നീ പറയണേ? എന്തുള്ള തള്ളി മോനും ഒരു അക്ഷരമുണ്ടരുത്. എന്റെ ഞാൻ കൊന്നു. താന്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോൽവിക്കിടയിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ച് UDF സ്ഥാനാർത്ഥികൾ. തൊഴിലിടങ്ങളിൽ ക്രിസ്തുമസ് കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. താന്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട 15-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സക്കീന റസാക്ക്, 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷീജ ജോഷി, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ ആൻഡോ തൊറൈൻ എന്നിവരാണ് ക്രിസ്മസ് ആഘോഷമൊരുക്കിയത്. 15-17 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു. വിജയബാബു, കുര്യാക്കോസ്, രജനി, മിനി ആനന്ദ്, പ്രിയ സന്തോഷ്, സൈമൺ പെരുമാടൻ എന്നിവർ ക്രിസ്മസ് ആഘോഷത്തിന് നേതൃത്വം നൽകി.
വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. 4 ഹൗസുകളിലായി നടന്ന കായികമേളയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. കേരള സന്തോഷ് ട്രോഫി ജേതാക്കളെ അടക്കം വാർത്തെടുത്ത ദേശീയ ശ്രദ്ധ നേടിയ പരിശീലകൻ എം പീതാംബരൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. 4 ഹൗസുകളിലായി സ്കൂളിലെ മുഴുവൻ കുട്ടികളും വിവിധ ഇനങ്ങളിൽ മത്സരിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രമാദേവി അധ്യക്ഷയായി. സ്കൂൾ മാനേജർ സഞ്ജയ് കെ നായർ, വാർഡ് മെമ്പർ മെൽബിൻ കുഴിച്ചാമഠത്തിൽ, വിദ്യാലയ സമിതി പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ, വിദ്യാർത്ഥികളായ ഇ ബി പുണ്യ, സഞ്ജയ് കെ സുബീഷ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രപിന്നി ചാമക്കാല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ് 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ചാമക്കാല രാജീവ് റോഡിൽ പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ 14 വയസ്സുള്ള സിനാനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6:30 ചാമക്കാല രാജീവ് റോഡ് ബീച്ചിലായിരുന്നു സംഭവം. കൂട്ടുകാരനുമൊത്ത് കടപ്പുറത്തെത്തിയതായിരുന്നു സിനാൻ. ഈ സമയത്ത് പരിചയമുള്ള ഒരാൾ കടപ്പുറത്ത് ജിപ്സി ഓടിക്കുന്നത് കണ്ട് കുട്ടി ഇതിൽ കയറിയിരുന്നു. ജിപ്സി ഓട്ടത്തിനിടെ പൊടുന്നനെ നിയന്ത്രണം വിട്ട ജിപ്സി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തെറിച്ചുവീണ സിനാൻ വാഹനത്തിനടിയിൽ കുടുങ്ങി. കുട്ടിയെ ഉടൻ തന്നെ പുറത്തെടുത്ത ഇതേ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച സിനാൻ. ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ ജിപ്സി കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പഴുപ്പറമ്പിൽ വീട്ടിൽ സദ്ദാം എന്ന ഷജീറാണ് അറസ്റ്റിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ഷജീർ. ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ 14 വയസ്സുള്ള മുഹമ്മദ് സിനാൻ മരിച്ച കേസിലാണ് അറസ്റ്റ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ജിപ്സി കാറുമായി പ്രതി ബീച്ചിൽ സാഹസിക സവാരി നടത്തുന്നത്. മുകൾ ഭാഗം തുറന്ന നിലയിലുള്ളതായിരുന്നു കാറ്. ബീച്ചിൽ കളിക്കുകയായിരുന്ന മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷഫീർ, അമീർ എന്നീ കുട്ടികളെ പ്രതി വാഹനത്തിന്റെ പുറകിൽ കയറ്റിയാണ് സാഹസിക പ്രകടനം നടത്തിയത്. ഇതിനിടെ അറപ്പപ്പുഴയ്ക്ക് സമീപത്ത് വെച്ച കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ മുഹമ്മദ് സിനാൻ കാറിന്റെ അടിയിൽപ്പെട്ട തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് മരിച്ചു. കുട്ടിയുടെ ബന്ധു ചാമക്കാല സ്വദേശി പുറക്കുളം വീട്ടിൽ മുഹമ്മദ് സലീം നൽകിയ പരാതിയിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 105-ാം വകുപ്പായ കുറ്റകരമായ നരഹത്യ ചുമത്തിയാണ് കേസെടുത്തത്. അപകടത്തിനിടയാക്കിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പ്രതി ഷജീർ കയ്പമംഗലം, മതിലകം, അന്തിക്കാട്, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മനുഷ്യജീവൻ അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്, 1 വധശ്രമം, 3 തട്ടിപ്പ് കേസ്, 4 അടിപിടി കേസ്, സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച 1 കേസ്, ലഹരിക്ക് അടിമപ്പെട്ട പൊതുജനങ്ങളെ ശല്യം ചെയ്ത 1 കേസ് എന്നിവയടക്കം 11 കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI-മാരായ TV ഋഷി പ്രസാദ്, ജയകുമാർ, ഗ്രേഡ് SI ജെയ്സൺ, CPO-മാരായ ആന്റണി, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വഴിയമ്പലം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. 3 പീടിക വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. AKTA ജില്ലാ കമ്മിറ്റി അംഗം യൂസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സജനി ഗോകുൽദാസ് അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി KS സുമ റിപ്പോർട്ടും ട്രഷറർ ഷൈനി സേവ്യർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബഷീല കരീം, PM മൂസിന, PS അനിത, KK അനിത, KI ബാബുരാജ്, VK ബിന്ദു എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ വാർഷികാഘോഷമായ സ്പെക്ട്ര ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ മികവേറിയ കലാപ്രകടനങ്ങൾ സ്പെക്ട്രയെ സമ്പന്നമാക്കി. ഹിറ ഇംഗ്ലീഷ് സ്കൂളിന്റെ 31ാമത് വാർഷികമാണ് സ്പെക്ട്രയിലൂടെ ആഘോഷിച്ചത്. റിയാലിറ്റി ഷോ താരങ്ങളായ ജാസിം ജമാൽ, നീലിമ ബിജു എന്നിവർ ചേർന്ന് സ്പെക്ട്ര ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷയായി. വൈസ് പ്രിൻസിപ്പൽ ലീന സുരേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹിറ സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PM അഹമ്മദ്, മാനേജർ KA ജമാൽ, ഹിറ ട്രസ്റ്റ് അംഗങ്ങളായ PK മുഹമ്മദ്, TK അബ്ദുൾ റഹ്മാൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ റസാഖ്, PTA പ്രസിഡന്റ് അഷിത അരുൺ, ട്രഷറർ അഷ്റഫ്, സ്കൂൾ ലീഡർ നിഹാൽ റഹ്മാൻ, ഡെപ്യൂട്ടി ലീഡർ ഹംദാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ചന്ദ്രപിന്നി ഹൈസ്കൂളിലെ സ്മൃതി 1986 ബാച്ച് 6ാം വാർഷികം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണപ്പുറം മാക്കേറിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത്. നടൻ ഷൈജൻ ശ്രീവത്സം മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിശ്വമംഗളൻ അധ്യക്ഷനായി.
ഡോക്ടർ ഗാലിദ, രാജേഷ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് VK കുമാരൻ ഹാളിൽ കുടുംബസംഗമം നടന്നു. കുടുംബസംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചാമക്കാല നഹ്ജൂർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനം സമാപിച്ചു. ഘോഷയാത്രയോടെ നടന്ന സൗദുദാന സമ്മേളനത്തോടെയായിരുന്നു സമാപനം. നഹജ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നഹജിലെ 10 വർഷ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. നഹ്ജുർ ഷാദ് വൈസ് ചെയർമാൻ VA ഹസൻ അഹമ്മദ് അധ്യക്ഷനായി. നഹ്ജുർ ജാദ് പ്രസിഡന്റ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സന്നദ്ധാന പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി മുഖ്യപ്രഭാഷകനായി. അൻവർ മുഹ്യുദ്ദീൻ ഹുദവി, നഹ്ജുർ റഷാദ് ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ P മുഹമ്മദ് കാസിം, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, PI സഫീർ അലി ഇസ്മായിൽ, PB അബ്ദുൽ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ AM നൌഷാദ് ഭാഖവി ചെറിയൻ കീഴ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,480 രൂപ, പവന് 99,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കമ്പ്യൂട്ടർ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. ആറാട്ടുപുഴ ക്ഷേത്രം കലണ്ടർ പ്രകാശനം ചെയ്തു. ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരച്ചടങ്ങുകളടക്കം ഉൾപ്പെടുന്നതാണ് കലണ്ടർ. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ക്രിസ്തു ജയന്തി മഹാജൂബിലി സമാപന സമ്മേളനം നടത്തി. മെൽബൺ രൂപത മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.